നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഒരു ബിസിനസ്സിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ പോവുകയാണ്. അതിന്റെ യഥാർത്ഥ കഥ പറയുന്ന സാമ്പത്തിക രേഖകളുടെ രഹസ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചുരുളഴിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കമ്പനി നല്ല വിജയത്തിലാണെന്ന് നമുക്ക് തോന്നാം, അല്ലേ? പക്ഷേ അതിന്റെ സാമ്പത്തിക ആരോഗ്യം സത്യത്തിൽ എങ്ങനെയുണ്ട്? അത് കണ്ടുപിടിക്കാനുള്ള വഴി എവിടെയാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അതിന്റെ സാമ്പത്തിക കഥയിലാണ്. ഇതൊരു ഒറ്റ റിപ്പോർട്ട് മാത്രമല്ല, മറിച്ച് 3 അധ്യായങ്ങളുള്ള ഒരു സമ്പൂർണ്ണ കഥയാണ്. ഈ മൂന്നും ഒരുമിച്ച് വായിക്കുമ്പോൾ മാത്രമേ ആ ബിസിനസ്സിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മുന്നിൽ തെളിയുകയുള്ളൂ. ഔദ്യോഗികമായി പറഞ്ഞാൽ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നു പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു ഫോർമൽ റെക്കോർഡാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, പണം എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, അവസാനം കയ്യിൽ എന്തു ബാക്കിയുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിലെ ആദ്യത്തെ തുമ്പിലേക്ക് പോകാം. ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, അതായത് P&L എന്നും പറയും. ഒരു ബിസിനസ് ശരിക്കും ലാഭമുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന കഥയാണിത്. ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു പ്രത്യേക കാലയളവിലെ പ്രകടനമാണ് കാണിക്കുന്നത്. ഒരു മാസമോ 3 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ ആകാം. ആ കാലയളവിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ ഒരു സിനിമ കാണുന്നത് പോലെയാണിത്. ഈ സ്റ്റെപ്പുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് ലാഭത്തിലേക്കുള്ള വഴി. നമ്മൾ വരുമാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, അതായത് ആകെ കിട്ടിയ പണം. അതിൽ നിന്ന് COGS അഥവാ വിറ്റ സാധനങ്ങൾ ഉണ്ടാക്കാനോ വാങ്ങാനോ വന്ന ചെലവ് കുറയ്ക്കുന്നു. അപ്പം നമുക്ക് മൊത്ത ലാഭം കിട്ടും. പിന്നെ അതിൽ നിന്ന് വാടക, ശമ്പളം പോലുള്ള പ്രവർത്തന ചെലവുകൾ കുറയ്ക്കുമ്പോൾ പ്രവർത്തന വരുമാനമായി. ഒടുവിൽ ടാക്സും പലിശയും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ കയ്യിൽ ബാക്കി വരുന്നതാണ് അറ്റാദായം അല്ലെങ്കിൽ നെറ്റ് ഇൻകം. ഈ ബേക്കറിയുടെ ഉദാഹരണം നോക്കിയേ. അവർക്ക് $1,00,000 വരുമാനം കിട്ടി. അതിൽ നിന്ന് സാധനങ്ങളുടെ ചിലവ്, ശമ്പളം, വാടക, ടാക്സ് ഇതെല്ലാം അങ്ങ് പോയപ്പോൾ യഥാർത്ഥത്തിൽ ലാഭമായി കയ്യിൽ കിട്ടിയത് $20,000 കണ്ടോ? ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് തരുന്ന ക്ലിയർ പിക്ചർ. ഇനി അടുത്ത തുമ്പിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു സിനിമ പോലെയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് ഒരു ഫോട്ടോ പോലെയാണ്. അതായത് ഒരു പ്രത്യേക നിമിഷത്തിൽ കമ്പനിയുടെ സാമ്പത്തിക നില എന്താണെന്ന് കൃത്യമായി കാണിക്കുന്നു. അതെ, ശരിക്കൊരു സ്നാപ്ഷോട്ട്. ഡിസംബർ 31 രാത്രി 12 മണിക്ക് ആ കമ്പനിയുടെ അവസ്ഥ എന്തായിരുന്നു? കൃത്യമായി അതാണ് ബാലൻസ് ഷീറ്റ് പറയുന്നത്. അതിന് 1 സെക്കൻഡ് മുൻപോ ശേഷമോ ഉള്ള കണക്കല്ല, ആ ഒരൊറ്റ പോയിന്റിലെ മാത്രം. ഇതാണ് അക്കൗണ്ടിങ്ങിലെ സുവർണ്ണ നിയമം എന്നു വേണമെങ്കിൽ പറയാം. ആസ്തികളെപ്പോഴും ബാധ്യതകളും ഇക്വിറ്റിയും ചേർന്നതിന് തുല്യമായിരിക്കും. അതായത് ഒരു കമ്പനിക്ക് സ്വന്തമായുള്ളതെല്ലാം അവർക്ക് കൊടുക്കാനുള്ളതും ഉടമസ്ഥർക്കുള്ളതും ചേർന്നാൽ കിട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. ഒരു ത്രാസ് പോലെ ഇതെപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. അതുകൊണ്ടാണിതിനെ ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ 3 കാര്യങ്ങൾ? ആസ്തികളെന്ന് പറഞ്ഞാൽ കമ്പനിക്ക് സ്വന്തമായുള്ള പണം, സ്റ്റോക്ക്, കെട്ടിടങ്ങൾ അങ്ങനെയുള്ളവയാണ്. ബാധ്യതകളെന്ന് പറഞ്ഞാൽ കമ്പനി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടങ്ങൾ, അതായത് ലോണുകൾ പോലുള്ളവ. ഇനി ഇക്വിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാ കടങ്ങളും കൊടുത്തു തീർത്താൽ ഉടമകൾക്ക് അവകാശപ്പെട്ട ഭാഗമാണ്. ഈ കോഫി ഷോപ്പിന്റെ കണക്ക് നോക്കൂ. അവർക്ക് $1,50,000 ആസ്തികളുണ്ട്. അത് അവരുടെ $50,000 ബാധ്യതകളും $100,000 ഇക്വിറ്റിയും ചേർന്നതിന് തുല്യമാണ്. കണ്ടില്ലേ? 2 സൈഡും കൃത്യമായി ബാലൻസായി. ഇനി നമ്മുടെ കഥയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഭാഗത്തേക്ക് വരാം. 3ാമത്തെ സൂചന, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ലാഭം കടലാസിലുണ്ടായാൽ മാത്രം മതിയോ? പോരല്ലോ. കയ്യിൽ പണം വരണം, പോകണം. ആ പണത്തിന്റെ ഒഴുക്കാണ് നമ്മളിവിടെ പിന്തുടരാൻ പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും മുഖ്യമായൊരു പോയിന്റ്. ഒരു കമ്പനി കടലാസിൽ ലാഭത്തിലായിരിക്കാം, പക്ഷേ കയ്യിൽ പണമില്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോകില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ സാധനങ്ങൾ വിറ്റു, അപ്പോൾ നിങ്ങൾക്ക് ലാഭമുണ്ട്. പക്ഷേ കസ്റ്റമർ പണം തന്നിട്ടില്ലെങ്കിലോ? നിങ്ങളുടെ കയ്യിൽ കാശില്ല. ഈ ഒരു വ്യത്യാസമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി കാണിച്ചു തരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്യാഷ് ഈസ് കിങ് എന്ന്. അതിന്റെ കാരണം ഇപ്പോൾ പിടികിട്ടിയില്ലേ? ശമ്പളം കൊടുക്കാനും വാടക കൊടുക്കാനും ബിസിനസ് വളർത്താനും പണം കയ്യിൽ വേണം. അതുകൊണ്ട് പണത്തിന്റെ ഒഴുക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പണത്തിന്റെ വരവും പോക്കും 3 ആയിട്ടാണ് തിരിക്കുന്നത്. 1. പ്രധാന ബിസിനസ്സിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ പണം. 2. പുതിയ മഷീനുകൾ വാങ്ങുന്നതുപോലുള്ള നിക്ഷേപങ്ങൾക്കുപയോഗിക്കുന്ന പണം. 3. ലോൺ എടുക്കുകയോ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിക്കുകയോ ചെയ്യുന്ന പണം. ചുരുക്കത്തിൽ പണം എവിടെ നിന്നെല്ലാം വന്നു, എവിടേക്കെല്ലാം പോയി എന്നതിന്റെ ഒരു മാപ്പാണിത്. അപ്പോൾ നമ്മൾ 3 തുമ്പുകളും ഒരുമിച്ച് വയ്ക്കുകയാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 3 കഥകളും ചേരുമ്പോഴാണ് നമുക്ക് ആ ഫുൾ പിക്ചർ കിട്ടുന്നത്. പക്ഷേ എന്തിനാണിത് ഇത്രയും പ്രധാനം? ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് ഗുണം? നിക്ഷേപകർക്ക് ഇത് നോക്കി തീരുമാനിക്കാം, എന്റെ പണം ഈ കമ്പനിയിലിടുന്നത് നല്ലതാണോ എന്ന്. ബിസിനസ് ഉടമകൾക്ക് തങ്ങളുടെ സ്ഥാപനത്തെ ശരിയായ വഴിക്ക് നയിക്കാൻ ഇത് സഹായിക്കും. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കണമോ എന്ന് തീരുമാനിക്കാൻ ഇത് അത്യാവശ്യമാണ്. അതുപോലെ കമ്പനികൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഗവൺമെന്റ് ഏജൻസികളും ഇത് പരിശോധിക്കും. ഇപ്പോൾ നമുക്ക് ബേസിക് കാര്യങ്ങളെല്ലാം കിട്ടി. പക്ഷെ ഒരു പ്രൊഫഷണൽ ഡിറ്റക്റ്റീവിനെ പോലെ ചിന്തിച്ചാൽ നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് പോകും.
ഈ സ്റ്റേറ്റ്മെന്റുകളിലെ അക്കങ്ങൾ ഉപയോഗിച്ച് ചില റേഷ്യോകൾ അഥവാ അനുപാതങ്ങൾ കണക്കാക്കും. ഇത് കമ്പനിയുടെ ആരോഗ്യം ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു തരം രഹസ്യ കോഡാണ്. ഉദാഹരണത്തിന്, കറന്റ് റേഷ്യോ എന്താ നമ്മളോട് പറയുന്നത്? അത് ചോദിക്കുന്നത് ഇതാണ്: കമ്പനിയുടെ കയ്യിൽ പെട്ടെന്നുള്ള ചിലവുകൾക്ക് കൊടുക്കാൻ കാശുണ്ടാകുമോ? പ്രോഫിറ്റ് മാർജിൻ ഉത്തരം തരുന്നത് ഓരോ 100 രൂപയുടെ വിൽപ്പനയിലും എത്ര രൂപ ലാഭമായി കിട്ടുന്നുണ്ട് എന്നതിനാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്നത് കമ്പനി സ്വന്തം പണത്തെയാണോ അതോ കടത്തെയാണോ കൂടുതൽ ആശ്രയിക്കുന്നത് എന്നാണ്. കണ്ടില്ലേ, ഈ റേഷ്യോകൾ ഓരോന്നും ഓരോ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് തരുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു കാലയളവിലെ ലാഭത്തിന്റെ കഥ പറയുന്നു. ബാലൻസ് ഷീറ്റ് ഒരു പ്രത്യേക നിമിഷത്തിലെ സാമ്പത്തിക ഫോട്ടോയാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പണത്തിന്റെ യഥാർത്ഥ ഒഴുക്ക് കാണിച്ചു തരുന്നു. ഈ മൂന്നും ചേർന്നാലേ ഒരു ബിസിനസിന്റെ സമ്പൂർണ്ണ സാമ്പത്തിക കഥ പൂർണ്ണമാകൂ. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ പുതിയ അറിവ് ഉപയോഗിച്ച് നിങ്ങൾ അടുത്തതായി ഏത് കമ്പനിയുടെ സാമ്പത്തിക രഹസ്യമാണ് ചുരുളഴിക്കാൻ പോകുന്നത്? ഒരുപക്ഷേ നിങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയുടെ, അതോ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിന്റെ തന്നെയാണോ? അന്വേഷണം തുടങ്ങിക്കോളൂ.